AP അബൂബക്കർ മുസ്ലിയാർ എന്ന് വന്നായതാ, ഇപ്പം അടുത്തെങ്ങാനും വന്നായതാ. വലിയ യഥാർത്ഥത്തിൽ ശരിക്കും നന്ദികേട് ചെയ്യുന്ന മൂപ്പരോടാണല്ലോ ശരിക്കും, അല്ലേ? ഇതാണുള്ള പോലെ അവസ്ഥ. ഒന്ന് കണ്ടോളൂ നിങ്ങൾ. എത്ര മുമ്പ് മൈസൂരിൽ അന്ന് TMC ഉസ്താദ് ഉണ്ട്, AP ഇവിടെ ഒന്നും ഇത്രയൊന്നും വയസ്സായില്ലെന്ന് ആ രംഗം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കണ്ടുപോയി കണ്ടോ? TMC ഉസ്താദാ നിൽക്കുന്നത്. അവരെ ഹദറത്തിൽ പുറത്തുള്ളതാരാ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാ. അന്നു മുതൽ നമ്മളോട് നേരിട്ട് പറഞ്ഞതല്ലേ, ശൈഖുനയോട് ആ റൂമിലിരുന്ന് ഇവര് സംസാരിച്ചതാണ്. എന്ത്? AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചതാ. എന്താ പറഞ്ഞ്? ഇങ്ങനെ എണ്ണി: മടവൂര് ശൈഖുന, വടകരോറ്, വേങ്ങരക്കോയപ്പാപ്പ, ആ കണ്ണിയിൽ ഇന്ന് ഹയാത്തിലുള്ള ഏക മുത്താണിവര്. ശൈഖുനാനോട് പറയാം, നിങ്ങൾ ഇവിടെ എത്തിയത് നിങ്ങളൊരു തൗഫീഖാണ്. ഈ പറഞ്ഞ ആളുടെ അനുയായികൾ അവരെ തെറി പറയുന്നു. നിങ്ങളെപ്പോലെ ഭാഗ്യം കെട്ട ആളുകൾ ആരാള്? ഇതൊരു തൗഫീഖാണോ? തെളിവുകൾ മുന്നിൽ നിന്നാലും ഔലിയാക്കന്മാരെ മുമ്പിൽ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഒറ്റ കാര്യം ആലോചിച്ചാ പോരെ. നിങ്ങളെ നേതാവ് പോയിരുന്ന സമയങ്ങൾ എത്രേ? നിങ്ങളെ നേതാവ് എത്രയാണ് അവിടെ ചെലവഴിച്ചത്? ഈ ചെലവഴിച്ച സമയത്ത് കച്ചവടത്തിനാന്ന് മറ്റേ ഹംക്ക് പറഞ്ഞു, ഓനെ പിന്നെ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, എന്തൊക്കെ പഠിപ്പിച്ചു നിങ്ങൾക്ക്? പേരോടിന്റെ വാദങ്ങളെ മുഴുവനും അവർ നിങ്ങൾക്ക് പൊളിച്ചെഴുതി തന്നിട്ടില്ലേ? അവിടെ അതാ കച്ചവടത്തിന് നോക്ക് തന്നെ, അതാ കച്ചവടം. പേരോടിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മടവൂരിന്റെ കറാമത്ത് പറയാൻ പാടില്ലെന്നോ? ഏപ്പിക്കാര് കണ്ണു തുറന്നു കാണണം. ഈമാനിന്റെ കണിക അവശേഷിക്കുന്നുണ്ടെങ്കിൽ മഹാന്മാരെ തൊടുമ്പോ ശ്രദ്ധിച്ചോ. മൻ ആദാലി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹ് യുദ്ധം ചെയ്യുന്ന മേഖല അത് കളിയല്ല, കുട്ടിക്കളിയല്ലത്. സ്വന്തം നേതാവിനോടെങ്കിലും ഒരു നന്ദി വേണ്ടേ നിങ്ങൾക്ക്? എന്താ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ? ഒന്ന് ആ രംഗം കണ്ടോളൂ. കറാമത്ത് പറയാൻ പാടില്ല എന്ന് പേരോട് പറഞ്ഞതിനെ ശരിക്ക് ഗണ്ണിച്ച് ഓന്റെ സിറാജുൽ ഹുദന്റെ കറാമത്ത് പറയുന്നുണ്ടല്ലോ. എന്താ മടവൂരിന്റെ മാത്രം പറയാൻ പറ്റൂല? പറ്റൂല, നടക്കൂല. ഇത് പറയാനാണ് നിങ്ങളെ വിളിച്ചോണ്ടായത്. ആ ഭാഗം കണ്ടോളൂ. കുറച്ചിങ്ങനെയൊന്നായാ ശരിയാവില്ല. പറയാണേ നേരെ പറയാ, നിങ്ങൾക്ക് നേരെ പറഞ്ഞ അല്ല. സെൽഫികൾ അതേപോലെ പറയാം. എന്താ സെൽഫികൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സംഘടന ഉണ്ടാക്കാനും സംഘടന മഹത്വം പറയാനും ഈ സംഭവങ്ങളൊക്കെ നിലനിർത്താനും ഒക്കെ മടവൂരിന്റെ പേര് പറയുകയും ചെയ്യുക. മോശത്തിക്കും വെക്കുക, പൈസയും വേണം, പാട്ടപ്പീരും വേണം. സ്ഥാനം പറഞ്ഞൂടാ, കറാമത്ത് പറഞ്ഞൂടാ. എന്നാ ഉസ്താദിനെ പറ്റി കറാമത്ത് പറയുന്നുണ്ടല്ലോ, അത് ഉള്ളതല്ലാത്തതോ? വേറെ പറ്റി സിറാജുൽ ഹുദനെ പറ്റി ഇവിടെ പല മഹത്വവും കറാമത്തും പറയുന്നുണ്ടല്ലോ, ഇതുള്ളതോ ഇല്ലാത്തതോ? ഇതൊക്കെ എന്തെന്ന് പറയാമെങ്കിൽ മടവൂരിനെ പറ്റിയാ പറയാൻ ആളില്ലാത്തത്. വിടൂലേ, ഒരു ഇഞ്ച് വിടൂല. ആരും മനസ്സിലാക്കണ്ട, ഇറങ്ങന്നെ ചെയ്യും. നാട്ടുകാർ കച്ചവടത്തിന് പോയതാപ്പ്. ആരെ ഇരുത്തിട്ടാ നിങ്ങളെ ടോപ്പ് നേതാവാണ് ഇരിക്കണത്. അതിന്റെ അപ്പുറത്തേക്ക് ചെറിയ പ്യൂസാതാ. നടക്കൂലങ്ങളെ, വിടൂലങ്ങളെ, നാട്ടുകാരിറങ്ങന്നെ ചെയ്യും. ഇത് പറയണമെങ്കിൽ വിലായത്തും ശൈഖൂഹിയത്തും എല്ലാ സംഭവമുള്ള ആ ഹിമ്മത്തുള്ളവർക്കല്ലാതെ ആർക്ക് കഴിയണോ? എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ? ഏതായാലായതുകൊണ്ട് പുതിയ രണ്ടെണ്ണം കൊണ്ടുവരാം. അങ്ങനെ ഉണ്ടല്ലോ. ഇത് സമ്മതം കിട്ടുമ്പോഴല്ലേ വിടാൻ പറ്റുള്ളൂ. ആ ബല് ശ്രദ്ധിക്കട്ടെ, കണ്ണു തുറക്കട്ടെ. ഔലിയാക്കന്മാരോട് കളി വേണ്ട. പലരും അങ്ങനെ കളിച്ചിരുന്നു പണ്ട്. ആഖിബത്ത് നശിച്ച് കെട്ട് ചത്തുപോകും. ഒരു മെമ്പർഷിപ്പും വരൂലട്ടോ. നല്ലോണം ആലോചിച്ച് ചെയ്തോളി. കുട്ടിയസന്താരിമി പറഞ്ഞ വാക്കേറ്റാ പെങ്ങട്ട് വരുന്ന നിങ്ങൾ നേരെ അവരെ നിങ്ങളെ നേതാവന്നെ പോയിരിക്കുന്ന സ്ഥലത്താ. എന്താ ഇപ്പം നിങ്ങൾ വിചാരിച്ച്? എന്താ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളെ 1ാം വാർഷിക സമ്മേളനത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. എന്താ നിങ്ങൾ നിഷേധിക്കാത്ത? നിങ്ങൾ നിഷേധിച്ച് വരിങ്ങട്ട്. എന്നിട്ട് എന്താ അതാ മുജാഹിദിനേക്കാൾ പോയി വരും. അവരോട് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഇവരോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, എങ്ങനെ മുജാഹിദും ജമാഅത്തൊക്കെ ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട്.
മുജാഹിദ് ജമാഅത്തിൻ്റെത് മുഹിയുദ്ദീൻ മാല എതിർത്തിട്ടാ, മുഹിയുദ്ദീൻ മാലനെ ചോദ്യം ചെയ്തിട്ടാണ്. ഇന്നിപ്പം മടവൂരിനെ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ വരുന്നത്. ഇതെന്താ വ്യത്യാസം? അന്ന് മുജാഹിദ് മുഹിയുദ്ദീൻ മാലിനെ, ഇന്ന് മടവൂർ ശൈഖിനെ കറാമത്ത് പറയുന്ന ചെയ്യും. ആ ഭാഗം കൂടി ഇന്നൊന്ന് കേട്ടോളി. ഇപ്പൊ മൊയ്തീൻ ശൈഖിന്റെ കറാമത്തും പറയാൻ പറ്റില്ല, മാലയും പറയാൻ പറ്റില്ല, ചെല്ലാൻ പറ്റില്ല. ഇങ്ങനെയൊന്നും ആയപ്പോ സംഗതി എടുത്തു. എന്താണ് ഈ ജമാഅത്ത് മുജാഹിദും ഒക്കെ ആയിട്ട് വേറിട്ടത് തന്നെ മുതലാ? ഈ ഒറ്റ വിധിമാരല്ലേ ഇത് രണ്ടായത് സുന്നി മറ്റുമൊക്കെ ആയത്. അന്ന് അയിമ തൊട്ട് കഴിച്ച് ഇപ്പത് മടവും. അതുകൊണ്ടല്ലപ്പോ ഇങ്ങനെ പോകാനും കഴിഞ്ഞു, ഇപ്പൊ ഉസാറിൽ പറയാനും കഴിഞ്ഞു, ഇന്നത്തെ അമ്മക്ക് പറയാൻ കഴിയുന്ന ഒക്കെ പാവം ഇത് മൊയ്തീമാലന്റെ തന്നെ ഉണ്ട്. ഇപ്പൊ അതിൽ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. പറഞ്ഞാൽ രണ്ടാളെ ഇരുത്തിയിട്ട് ഇതിന്റെ അടിത്തറ പഠിപ്പിച്ചു കൊടുക്കുക. ആ ഇരുത്തത്തില് അല്ലേ വലാടെ പോയി ഇരുന്ന് ശരിക്ക് കേൾക്കുകയാണല്ലോ. ആദ്യം തന്നെ ചോദിക്കണത് അങ്ങനല്ലേ, മുഹിയുദ്ദീൻ മാല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കറാമത്ത് പറയാൻ പാടില്ല എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മാല നിഷേധിക്കാം, മാല അംഗീകരിക്കാൻ കഴിയും? അടിസ്ഥാനല്ലേ ചോദിക്കണത്. മടവൂർ ശൈഖിനോടുള്ള വിരോധം കൊണ്ട് ഇന്ന് നിങ്ങൾ അതിനെ എതിർക്കുന്നു. പണ്ട് വഹാബിയും ജമാഅത്തും ചെയ്തത് മാലിനെ എതിർക്കലാണ്. ഇനി എങ്ങനെ നിങ്ങളത് വിശ്വസിക്കും? വേപ്പേലയിൽ പറയുന്നുണ്ട് മുഹിയുദ്ദീൻ മാല പ്രധാനം തന്നെയാണ്. നിങ്ങൾ ഓരോ നേതാക്കളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിൽ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഒരു ഭാഗം കൂടി ഉണ്ട്, അത് നമ്മൾ കാണേണ്ട ഒരു ഭാഗം. അതേതാന്ന് വെച്ചാൽ AP ഉസ്താദിനെ മുന്നിൽ നിർത്തിയിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു പോകും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മനസ്സിലാക്കണം, നിങ്ങൾ മരിച്ചു പോകും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ചെറിയ ഉസ്താദ് പറയുന്നുണ്ട്, മൂപ്പര് ഇപ്പൊ തന്നെ മരിക്കണ്ട. ആദ്യം അപ്പൊ മൂപ്പര് ചെറിയ ഉസ്താദിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഒരു പറയുന്നൊരു വാക്കുണ്ട്, അതൊക്കെ എനിക്കറിയാം, AP എപ്പോൾ മരിക്കുമെന്ന് എനിക്കറിയാം. നേരെ പറയാണല്ലോ. ആർക്ക് പറയാൻ കഴിയടോ അത്? മൂപ്പര് അനങ്ങണില്ല. നിങ്ങൾ എപ്പോഴാ മരിക്കുന്ന ഡേറ്റ് എനിക്കറിയാം. അതുകൊണ്ട് ഒറ്റ വാക്കേ പറയാനുള്ളൂ, മശായിഖിന് മാത്രമേ മരണനേരത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിച്ചോളണം. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മരണം ഒരു വിഷയാവൂല. TMC ഉസ്താദിനെ കൊണ്ടുപോയില്ലേ? ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എതിർത്ത ആളല്ലേ? അത് മുമ്പ് ചോദിച്ചതാണ്. TMCനോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഉസ്താദിനെ. 25 കൊല്ലം വരെ കൂടെ നിന്നതാണ്, എല്ലാ പണിയെടുത്ത് കൂടുന്നതാണ്. ഓരോർമ്മപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, നല്ല നിലക്കാണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല, അത് വേറെ ആർക്കും അതിൽ ഇടപെടാനും കഴിയില്ല. അതുകൊണ്ട് ആ കരങ്ങളിൽ നിന്ന് പോകാതെ ഹിദായത്ത് ഇസ്തിഖാമത്തിൽ പിടിച്ചു നിന്നോളണം എന്ന ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എത്ര നല്ല വാക്കുകൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് തിന്നാനും കൊടുത്ത്. മനസ്സിലാക്കണം, അവരെ നന്മ ഉദ്ദേശിച്ച് ഇവരോട് ഈ കാര്യം പറയുമ്പോ അത് അംഗീകരിച്ചുകൊണ്ട് അവരങ്ങനെ തന്നെ ഇരുന്നു കൊടുക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങളെ വയസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉപർക്ക്. എന്നാ മരിക്കാൻ നിലയെ പറഞ്ഞു കൊടുത്തു. ഉപരോട് പോയി ചോദിച്ചു നോക്ക്, എന്നോട് ചോദിക്കണ്ട. അങ്ങനെയുള്ള ഒരു മഹാസംഭവത്തെ നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? നിങ്ങളെ കാര്യം ഒന്ന് ആലോചിച്ചു. അത് നമ്മളെല്ലാവരോടുള്ള ഉപദേശമാണത്. മശായിഖന്മാരെ വില എന്താണെന്നും അവരെന്താ പറയുന്നതെന്നും ഇതൊക്കെ ലോകം അറിയുവാണല്ലോ. വളരെ കൃത്യമായ അറിവുകളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ ക്ലിപ്പ് പറയുന്നത് മൂപ്പരോടാണെങ്കിലും എല്ലാവരോടുള്ളൊരു ഉപദേശമാണ്.
ശരിക്ക് കേട്ടോളൂ. അള്ളാഹു അവരുടെ കൂടെ എന്നും നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വന്നോളി. അതിനു വേണ്ടിയാ ഞാനീ പറയുന്നത്. ഉസ്താദായിട്ട് മരിച്ചു നമ്മുടെ ഉണ്ടാവും. അതിനാ പറയുന്നത്. എനിക്കെന്റെ ടൈമൊക്കെ എപ്പോഴാ മരിക്കാറുണ്ട് അതെനിക്കറിയാം. പോവുകയാകെ എന്തോ അതൊന്നും അല്ലാന്ന് ഇനിയിപ്പോ മരിക്കാന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ വലിയ അമ്മ വായിച്ചു. ഒന്നും ആവില്ല, ശരിയൊന്നും ആകാനില്ല. ഓരെന്നാട്ടെ അയ്യത്ത് കൂട്ടിക്കൊണ്ടുപോവുക, അപ്പുറത്ത് പോവുക. വീട്ടിന്റെ ആവശ്യമില്ല. വിദ്യാർത്ഥിനത് കൊണ്ടുപോയില്ലേ, അപ്പൊ എത്ര ആളെ കൊണ്ടുപോയില്ലേ. ഇവരെന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർ അതിന്റെ ഭംഗി തന്നെ അതൊക്കെ കൈകാര്യം ചോദിക്കാൻ പോകുന്നത്. അത് വേറെ ആർക്കും കഴിയില്ല. അതിന്റെ ആൾക്കാർ തന്നെ ഓലെ കയ്യിലാണ്. ആ ഹസ്തങ്ങളിൽ നിന്ന് നമ്മൾ വഴുതി പോകണ്ട എന്ന് മാത്രം. അത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണേ. ഓരോ ലഫ്ദും വീട്ടിൽ ചെന്ന് നമ്മുടെ യൂട്യൂബിലുണ്ടാവുമല്ലോ, അത് വീണ്ടും വീണ്ടും കേൾക്കേണ്ട വചനങ്ങളാണ്. അവരെ ആ നേരണ്ടല്ലോ, മഹാനരായ മലക്ക് അസ്രായീൽ നേരെ വരും. ആരുണ്ടാവില്ലട്ടോ സംരക്ഷണത്തിന്. ഇമാം റാദി കുടുങ്ങിയ മേഖലയല്ലേ അത്. റാദി വലിയ ഇമാമായിരുന്നു. പിശാചി വന്ന് വളഞ്ഞില്ലേ ഇമാം മുഹയ്യദ്ദീൻ ഇബ്നുൽ അറബി. ഒറ്റ നോട്ടമല്ലേ കൂട്ടുകാരെ, മൂപ്പര് ഏടോ ഉള്ളത്. റാദി ഇമാമിനെ പിശാചിക്കൾ എടങ്ങാറാകുന്നു എന്ന് കണ്ടപ്പോ ഒറ്റ നോട്ടം. ആ നോട്ടത്തിൽ അതാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇബ്നു അറബി തങ്ങൾ. കാലിങ്ങനെ അനക്കിയതാണ്. കാലനക്കുമ്പോ ശിഷ്യന്മാർ പിന്നെ ചോദിച്ചു, എന്താ ശൈഖബറുകളെ സാധാരണ അല്ലാത്തൊരു കാലനക്കല്? അപ്പൊ പറഞ്ഞു, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ മൗത്ത് നേരിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നോക്കുമ്പോ പിശാച് വന്ന് വലയം ചെയ്തതാണ്. ഞാനൊരു തട്ടുകൊടുത്തു, പോയി പിശാചൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിഞ്ഞു. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു നസീഹത്തായി പറഞ്ഞോട്ടെ, ഈ വാശിയും വക്കാണമൊന്നും അള്ളാഹുവിന്റെ ആളുകളോട് വേണ്ട. ഞങ്ങളങ്ങൾ പറഞ്ഞോളി, ഹസനീന്നോ അൻവരീന്നോ അല്ലെങ്കിൽ ഹസനി അല്ലാന്നോ മനുഷ്യനല്ലാന്നോ ഇനി തൊയ്യിറുസ്താദിനെ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തും പറഞ്ഞോ. പക്ഷേ അള്ളാന്റെ ഔലിയാക്കളെ തൊട്ട് കളി വേണ്ട.